ഓൺട്രപ്രണറുടെ മൈൻഡ് സെറ്റാണ് ആ ബിസിനസ്സിൻ്റെ വിജയം. അവരോട് ചോദിച്ചാൽ, ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പറയണം, ആഫ്റ്റർ 2 മന്ത്സ് വാട്ട് ഈസ് ദ നെക്സ്റ്റ്. പല ഓൺട്രപ്രണേഴ്സും വർക്ക് ചെയ്യുന്നത് അർജൻസിയിലാണ്, എമർജൻസിയിലാണ്, പിന്നെ പ്രഷറിലാണ്. ആരും കാണാത്തത് കാണണം. എല്ലാവരും കാണുന്നതാണെങ്കിൽ കുറച്ച് മുമ്പേ കാണാൻ കഴിയും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പണം വെച്ചുള്ള കളിയാണ്. പണത്തെ റീപ്ലേസ് ചെയ്യാൻ പണത്തിന് മാത്രമേ കഴിയൂ. ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അന്വർ സർ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബിസിനസ് കോച്ചുമാർ ഭയങ്കര പ്രാധാന്യമുള്ളതാണ് ഒരു ഓണ്ടർപ്രണറുടെ ജീവിതത്തിൽ. ശരിക്കും എന്താണ് ഒരു ബിസിനസ് കോച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ഓണ്ടർപ്രണറുടെ ലൈഫിൽ? ഒരു ബിസിനസ്സിൽ ഓൺട്രപ്രണറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ബിസിനസ് കോച്ച് എന്നതിനേക്കാൾ ഉപരി ബിസിനസ് മൈൻഡ് സെറ്റ് കോച്ച് എന്നുള്ള തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് ആ, അവരെന്ത് ബിസിനസ് ചെയ്യുന്നു എന്നുള്ള പ്രൊഡക്റ്റോ മാർക്കറ്റോ അതല്ലെങ്കിൽ ആ ബിസിനസ് വിജയിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ഓൺട്രപ്രണറുടെ മൈൻഡ് സെറ്റാണ് ആ ബിസിനസ്സിൻ്റെ വിജയം. അപ്പോൾ ഓൺട്രപ്രണറുടെ മൈൻഡ് സെറ്റ് ഒരു റൈറ്റ് പാത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളെ ഒരുക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. ഞാൻ പല ബിസിനസ് ഓണേഴ്സായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് സിസ്റ്റം ഉണ്ട്, പിന്നെ SOP ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഒരു മൂലയ്ക്കിരിക്കുകയായിരിക്കും. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കാരണം സ്റ്റാഫിന് ഭയമായിരിക്കും, അതല്ലെങ്കിൽ സ്റ്റാഫ് പിരിഞ്ഞു പോകുമോ എന്നുള്ള പേടിയായിരിക്കും. അങ്ങനെയുള്ള നിരവധി ചലഞ്ചുകളിലൂടെ ഈ വ്യക്തി കടന്നു പോകും. അപ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാനും അതിനെ അതിജീവിക്കാനും കഴിയുന്ന തരത്തിലേക്ക് ഓണ്ടർപ്രണർ വളരേണ്ടതുണ്ട്. അല്ല, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഓണ്ടർപ്രണർ അത്യാവശ്യമായി വേണ്ടത് ഒരു മിഷനും ഒരു വിഷനും വേണമെന്ന് പറയാറുണ്ട്. അപ്പം അതും ഇപ്പോഴത്തെ ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ അതും ഇപ്പം ബേസിക് കൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ ശരിക്കും ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണമെന്നാണ് ഞാൻ പറയുക. അതിന് പീസ് ആൻഡ് പ്രോഫിറ്റ് ഫ്രെയിംവർക്ക് എന്നാണ് പറയുക. 1 പർപ്പസ് വേണം, 2 പ്ലാന് വേണം, 3 പീസ് വർക്ക് വേണം, 4 പ്രോഫിറ്റ് ലിവേഴ്സ് വേണം. ഈ 4 കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിൽ ഒന്ന് പർപ്പസാണ്. അപ്പോൾ ഈ പർപ്പസിലാണ് ഈ വിഷനും മിഷനൊക്കെ വരുന്നത്. ഇപ്പോൾ സാധാരണ മുമ്പൊക്കെ കാലഘട്ടത്തിൽ ഒരു ഓഫീസ് എടുക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അറിയാവുന്നൊരു പർപ്പസിലൊരു ഒരു ബിസിനസ് തുടങ്ങുന്നു, പിന്നെ അതിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഓടുന്നു. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായ പ്ലാനോടുകൂടി കൃത്യമായ ഒരു വിഷനോടുകൂടി ആ ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്താണ്, ഒരു ആഫ്റ്റർ 5 ഇയേഴ്സ് ഓർ 10 ഇയേഴ്സ് ആ ബിസിനസ്സിൻ്റെ ഭാവി എന്താണ് എന്ന് പഠിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ബിസിനസ്സിന് ഇപ്പം നിലനിൽപ്പുള്ളൂ. അപ്പോൾ പർപ്പസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സത്യത്തിൽ പല ഓണ്ടർപ്രണേഴ്സിനും പർപ്പസ് ഉള്ളിലുണ്ട്, പക്ഷേ അവർക്കത് കോൺഷ്യസ്ലി അവെയർ അല്ല. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റ് കോച്ച് എന്ന നിലയിൽ ഞാൻ അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിച്ചോളും. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും ഞാൻ ചോദിക്കും, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പോകുന്നത് എന്തിനാണ്? ഒന്നുകിൽ ക്ലയൻറ്റ് വിളിക്കും, അല്ലെങ്കിൽ സ്റ്റാഫ് വിളിക്കും, അതല്ലെങ്കിൽ ഇന്ന് ഈ പ്രൊഡക്റ്റ് ചിലവായില്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആശങ്കകളാണ്. ശരിക്കും ഒരു ഓണ്ടർപ്രണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് പോകേണ്ടത് ആവേശത്തിലാണ്. നാളെ ഈ ഒരു തരത്തിൽ നിൽക്കുന്ന ഒരു ഓണ്ടർപ്രണറായി ഞാൻ മാറണം. ഈ തരത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് എൻ്റെ ബിസിനസ്സിനെ എനിക്ക് മാറ്റാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല എന്ന് ഉള്ളിൽ നിന്ന് ഊർജം ലഭിക്കുന്ന തരത്തിലേക്ക് ഈ ഓണ്ടർപ്രണർ മാറ്റിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റാഫ് എതിര് നിന്നാലും അദ്ദേഹത്തിന് ആവേശമായിരിക്കും, മാർക്കറ്റ് ഇടിഞ്ഞാലും അദ്ദേഹത്തിന് ആവേശമായിരിക്കും. മാത്രമല്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഒക്കെ ഇദ്ദേഹത്തിന് കഴിയും. മറ്റത് എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നം വരുന്നതോടുകൂടി ഇദ്ദേഹം ഡൗൺ ആയി. ഇതാണ്. ഡിപ്പെൻഡൻസിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഓണ്ടർപ്രണേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിനാണ് രണ്ടാമത്തെ സൊല്യൂഷനായിട്ടുള്ള പ്ലാൻ. കൃത്യമായ പ്ലാനിൽ വർക്ക് ചെയ്യാൻ പഠിക്കണം. ഒരു ഓണ്ടർപ്രണർ പഠിക്കേണ്ടത് പ്ലാനിൽ വർക്ക് ചെയ്യാനാണ്.
പല ഓൺടർപ്രണേഴ്സും വർക്ക് ചെയ്യുന്നത് അർജൻസിയിലാണ്, എമർജൻസിയിലാണ്, പിന്നെ പ്രഷറിലാണ്. അർജൻസിയിലോ പ്രഷറിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ കൃത്യമായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഇദ്ദേഹം സ്വപ്നം കാണുന്ന രീതിയിലല്ല ബിസിനസ് പോവുക. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അവസരം നൽകുക. പ്രത്യേകിച്ച് സ്റ്റാഫ് എന്ന് പറയുന്നത് കമ്പനിയുടെ വിഷൻ, മിഷൻ, പ്ലാന് മനസ്സിലാക്കിയിട്ട് ആ റൂട്ടിൽ കമ്പനിയെ സഹായിക്കുവാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ് സ്റ്റാഫ്. ഈ ഒരു സാധനം നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയണം. അപ്പോൾ ഇതെല്ലാം ഈ പ്ലാനിൽ വളരെ ക്ലിയർ ആയിട്ട് വരും. ഈ പ്ലാൻ സ്റ്റാഫിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അവരോട് ചോദിച്ചാൽ, ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പറയണം, ആഫ്റ്റർ 2 months വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ തരത്തിലേക്ക് ഇത് ഓൺടർപ്രണർക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു സ്റ്റാഫ് ട്രെയിനർക്ക് ഇത് കഴിഞ്ഞോളണമെന്നില്ല. കാരണം ഓൺടർപ്രണറുടെ മനസ്സിലുള്ള ഡ്രീമിനെ അദ്ദേഹം സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാഫ് ട്രെയിൻ ചെയ്ത് സ്റ്റാഫിനെ നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്കൊക്കെ സ്റ്റാഫ് ട്രെയിനേഴ്സിന് ചെയ്യാൻ പറ്റും. പക്ഷെ ഓൺടർപ്രണർ പറയാണ്, എൻ്റെ ബിസിനസ് ഇതാണ്, എനിക്ക് വേണ്ട നിങ്ങളിൽ നിന്നും എനിക്ക് വേണ്ട ഹെൽപ്പ് ഇതാണ് എന്ന് പറയുന്ന ഒരു ശക്തനായ ഒരാളായിട്ട് മാറാൻ കഴിയും. അപ്പോൾ ഒരു ഓൺടർപ്രണർ എത്രമാത്രം ശക്തനാണോ അത്രമാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ച. ഒരു ഓൺടർപ്രണർ ഈ പൊസിഷനിൽ നിൽക്കുകയാണ്, അവരുടെ ബിസിനസ് വന്ന് ഇവിടെ നിൽക്കും. ഈ ബിസിനസ് ഇതിലേക്ക് വരുമ്പോഴേക്കും ഓൺടർപ്രണർക്ക് ഇത്രയും വളരാൻ കഴിയും. ഇവിടെയാണ് ഒരു ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് കോച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ബിസിനസ്സിനേക്കാൾ എപ്പോഴും മുകളിൽ നിൽക്കുന്ന ഒരാളായിട്ട് ഓൺടർപ്രണർ മാറും. മൂന്നാമത്തെ പോയിന്റ് പീസ് വർക്ക് എന്നുള്ളതാണ്. ഇന്ന് നിരവധി ആളുകൾ ബിസിനസ് ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നുണ്ടാവാം, പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ട് നടക്കുന്നത് ഹാപ്പിനെസ്സോടെയും പീസ്ഫുൾ ആണോ അല്ലേ? പല ആളുകളും ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന് ശേഷം ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഈ പീസ് വർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ടെൻഷൻ വരാതെയോ പ്രതിസന്ധികൾ വരാതെയോ ചലഞ്ചസ് ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല. പിന്നെ എന്താണ് അവിടെ ചോയ്സ് എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, പ്രഷർ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഓൺടർപ്രണർ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു 3 ഇമോഷന് കണക്റ്റഡ് ആണ്. ഒന്നുകിൽ ഫിയർ ആയിരിക്കും, അതല്ലെങ്കിൽ സാഡ്നെസ്, സങ്കടമായിരിക്കും, അതല്ലെങ്കിൽ ആങ്കർ ആയിരിക്കും. ഈ 3 ഇമോഷനാണ് സാധാരണ ഓൺടർപ്രണേഴ്സിനെ പരിശോധിക്കുക. അല്ല ഇപ്പൊ സാധാരണ ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മൾ ഇത് ഇമോഷൻസ് നമ്മളെ ഓരോ ദിവസം മാറി മാറി വരും. അപ്പൊ അവിടെയൊക്കെ ഈ ബിസിനസ് കോച്ച് എന്നുള്ള നിലയിൽ ഇതൊക്കെ എങ്ങനെ സ്റ്റേബിൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതെ ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നാലെ പോയാൽ അവൻ്റെ ബിസിനസ് നടക്കില്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു ജീവിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് 2 ദിവസം ഇമോഷനായി കടന്നാലും അവന് നഷ്ടപ്പെടാനില്ല. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പണം വെച്ചുള്ള കളിയാണ്. പണത്തെ റീപ്ലേസ് ചെയ്യാൻ പണത്തിന് മാത്രമേ കഴിയൂ. നഷ്ടപ്പെട്ട പണം അവൻ കഠിനമായി അധ്വാനിച്ച് വീണ്ടും ഉണ്ടാക്കിയെടുത്താലേ തീരൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് പീസ് വർക്കിലൂടെ കടന്നുപോകും. അപ്പോൾ ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു കൃത്യമായ സിസ്റ്റംസ് അവൈലബിൾ ആണ്. ആ സിസ്റ്റംസ് വെച്ചുകൊണ്ട് പീസ്ഫുള്ളായിട്ടിരുന്നുകൊണ്ട് ബിസിനസ്സിനെ റൺ ചെയ്യണം. അതിൽ ചില തോട്ട് പ്രോസസ്സിൽ ചില മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തെറാപ്പികളിലൂടെ കടന്നു പോകണം. ഇങ്ങനെയാണത്. അടുത്തത് പ്രോഫിറ്റ് ലിവേഴ്സ് എന്ന് പറയും. ഈ പ്രോഫിറ്റ് ലിവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ബിസിനസ്സിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ലിവേഴ്സ് നമ്മൾ കണ്ടെത്തണം. അതായത് എൻ്റെ ബിസിനസ്സിനെ പ്രോഫിറ്റ് ആക്കുവാൻ ഞാൻ 1, 2, 3 ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഈ ഓൺടർപ്രണർ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പർച്ചേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ്. ആ പ്രൊഡക്റ്റിന് തന്നെ 2 വ്യൂ ഉണ്ട്. ഒന്ന്, ഒരു ഓൺടർപ്രണർ റിയലി അയാളുടെ മനസ്സിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നൊരു വ്യൂ. 2, മാർക്കറ്റിംഗ് എന്ന് പറയും, പുറത്ത് പറയുന്നൊരു വ്യൂ. ഇത് രണ്ടും ഒന്നായി മാറും. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പ്രൊഡക്റ്റ് വിറ്റു പോകുമോ എന്ന ഓൺടർപ്രണറുടെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് നല്ല പ്രൊഡക്റ്റ് എന്ന് അദ്ദേഹം പറയുന്നതും, ഈ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ക്ലൈനിക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ
അത് അവർക്ക് സഹായകരമാവും എന്നുറപ്പോടുകൂടി പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം. Yes. അപ്പോൾ ഇവിടെ എനർജിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എപ്പോഴും ഓൺട്രപ്രണർ ഹൈ എനർജിയിൽ നിൽക്കണം. അതിനാണ് ഈ 4 ഫ്രെയിം വർക്കിലൂടെ ഈ ഓൺട്രപ്രണർ കടന്നു പോവുകയാണെങ്കിൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രീമിയം ബിസിനസ് മോഡലിലേക്ക് അവരുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ആ ബിസിനസ് ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ബിസിനസ്സിനെ കുറിച്ച് ആ ഓൺട്രപ്രണറുടെ സ്വപ്നം എന്താണ്, അതിനനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ അതിന് നിരവധി കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ നല്ല ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താൽ പാർട്ട്നേഴ്സ് നമ്മൾ തേടി ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ശരിയായ കാഴ്ചപ്പാടുണ്ടായാൽ ആ പ്രൊഡക്റ്റ് തേടി ഇങ്ങോട്ട് വരും. ഇപ്പം നമ്മളൊരു മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുകയാണ്, എറണാകുളത്ത് ഇറങ്ങി, ഞാനൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പോവുകയാണ്, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. 10ാമത് ഷോപ്പിൽ നിന്നാണ് കിട്ടുന്നത് നോക്കുക. അതാണ് എൻ്റെ ഷോപ്പ് എങ്കിൽ ആ ക്ലൈൻറ്റ് എങ്ങനെയായിരിക്കും എന്നിലേക്ക് വരിക? അവിടെ വന്ന് നമ്മളിത് കാണിച്ചു കൊടുക്കുന്നതോടുകൂടി ആ ക്ലൈൻറ്റിൻ്റെ ഹാപ്പിനെസ് എത്രയായിരിക്കും? ഇങ്ങനെ സ്വന്തം പ്രൊഡക്റ്റിനെയും സ്വന്തം സ്ഥാപനത്തെയും കാണാൻ, സ്വപ്നം കാണാൻ ഓൺട്രപ്രണർക്ക് കഴിയും. ഇതാണ് അവനെ നയിക്കുന്ന ഊർജ്ജം. ഇപ്പം നമ്മളിപ്പം ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു കാര്യം അന്വേഷിച്ചിറങ്ങുന്നു, നമുക്ക് കുറേ കടകൾ കയറിയിട്ട് ആ സാധനം കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു കടകളിലായിരിക്കും ആ സാധനം കിട്ടുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം അവിടെ ഒരു ബിസിനസ്സിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കണം എന്നൊരു പോയിന്റ് കൂടെ ഉണ്ടല്ലോ. പക്ഷെ അപ്പം ഓൾറെഡി മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ബിസിനസ്, ഒരു ഓൺടർപ്രണറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് അഡ്വൈസ് ആയിരിക്കും അദിൽ സാർ കൊടുക്കുക? അതായത് ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ ക്ലോത്ത്സ് ഒക്കെ എടുക്കുക, ടെക്സ്റ്റൈൽ ബിസിനസ്, ഒരേ കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റ് പല സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില സ്ഥാപനങ്ങളിൽ സെയിൽസ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണത്? അതാണ് പ്രോഫിറ്റ് ലിവേഴ്സ് എന്ന് പറയുന്നത്. അവർക്കറിയാം അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ബിസിനസ്സിനെ നല്ല പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിസിബിലിറ്റി കൂടുതലായിരിക്കും. നോട്ട് ഓൺലി വിസിബിലിറ്റി, ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ രണ്ടാമത് വരുത്താനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ചോദിക്കണം, എന്ത് ഫീൽ ചെയ്തു ഈ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ? ക്യാഷ് വാങ്ങുമ്പോൾ ചോദിക്കാനുള്ളൊരു ധൈര്യം വേണം. എൻ്റെ നിങ്ങൾ കഴിച്ച ഭക്ഷണം ടേസ്റ്റ് ഉണ്ടോ? ഈ തരത്തിലേക്ക് നമ്മൾ വളർന്നാൽ ആ കസ്റ്റമർ വീണ്ടും വരും. നമ്മൾ പല സ്ഥാപനങ്ങളിലും കയറിയിട്ട് നോക്കൂ, നമുക്ക് ആ ഏരിയയിൽ പോയാൽ നമുക്ക് അവിടെ പോകാം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന തരത്തിലേക്ക് അവർ നമ്മളെ മാർക്ക് ചെയ്യും. നമ്മുടെ മനസ്സിനുള്ളിൽ അവർ മാർക്ക് ചെയ്യപ്പെടും. ഇതൊരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ്. അതായത് നമ്മൾ റിവ്യൂ ചെയ്യിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് തന്നെ റിവ്യൂ എന്നുള്ളതല്ല, അവരവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബ്രാൻഡിനെ അവരുടെ മനസ്സിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്യുക എന്നതിനെ പറയുന്നത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിന് പല ആളുകൾ പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനനുസരിച്ചാണ്. ഈ ചെറിയ കടകളുണ്ട്, നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ചെറിയ കടകളുണ്ട്. അവിടുത്തെ ഒരാൾ മാത്രമേ കാണാൻ, ഓണർ മാത്രമായിരിക്കും കാണുക. അദ്ദേഹം നമ്മളോട് സംസാരിച്ച് നമ്മുടെ വീട്ടുകാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അയാളോട്ടൊരു കണക്ട് ഉണ്ടാകണം. അത് തന്നെയല്ലേ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്? അതെ, കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും ഓൺടർപ്രണേഴ്സ് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു ചലഞ്ചുണ്ട്. നമ്മൾക്ക് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സ്റ്റാഫിനെ കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ പുതിയ ഒരു എംപ്ലോയ്മെൻറ്റ് തലമുറ കൂടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് നിലനിൽപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ നിങ്ങളുടെ ജോലി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്, ഈ സ്ഥാപനത്തിന് എന്നെക്കൊണ്ട് ഉപകാരമുണ്ട്. മാത്രം പോരാ, ഈ സ്ഥാപനം എന്നെക്കൊണ്ട് അവർക്ക് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിൽ എനിക്കൊരു റോളുണ്ട്. അതായത് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിൽ എനിക്കൊരു റോളുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കണം. അപ്പോൾ അതിന് എനിക്ക് ചിലപ്പോൾ സമയം നോക്കാതെ വർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്യേണ്ടി വരും. ഈ തരത്തിലുള്ള ആളുകളെയാണ് അത്തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് അവർ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങും. അപ്പം ഈ ഒരു പ്രവണതയോട് അൻവർ സാറിന്റെ അഭിപ്രായം എന്താണ്? അതിൽ ഇപ്പോൾ എൻ്റെ സ്റ്റാഫാണെങ്കിൽ ഞാൻ നന്നായി അപ്രീഷിയേറ്റ് ചെയ്ത് അനുഗ്രഹിച്ചു വിടും. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് 2 വർഷം ജോലി ചെയ്തിട്ട്
ഞാൻ തീരുമാനിച്ചു ഇനി ഒരാളുടെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങി. 2 വർഷം കൊണ്ട് ആ ബിസിനസ് പൊട്ടി. ആ, ഉമ്മാടെ വള ഊരി വിറ്റു. ഭാര്യയുടെ ചെയിൻ ഊരി. ബാങ്കിൽ ലോണായി. അവസാനം നാട്ടിൽ നിലനിൽപ്പില്ലാതെയാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. ഞാൻ ഏകദേശം 19 വർഷം മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. പിന്നീട് ഞാൻ ഗൾഫിൽ പോയിട്ടാണ് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതും എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിക്കുന്നതുമല്ല. ഈ ഒരു സാധ്യതയാണ് വരുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, പർപ്പസ്. ഇവിടെ എൻ്റെ പർപ്പസ് എന്താ? എനിക്കൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വയ്യ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ഒരു സ്ഥാപനം തുടങ്ങി അവിടെ കുറച്ച് മെറ്റീരിയൽ കൊണ്ടിട്ട് 4 പരസ്യവും ചെയ്തിട്ട് ഞാൻ കോട്ടും സൂട്ടും ഇട്ട് ബിസിനസ്സിലിരുന്നാൽ ആളുകൾ വന്ന് വാങ്ങിപ്പോകുന്ന അങ്ങനൊരു സിസ്റ്റമേ ഇല്ല. അങ്ങനൊരു കാര്യം നടക്കുന്നേ ഇല്ല. കാരണം ഇത് ആളുകളിലേക്ക് എത്തണം. ആളുകൾക്ക് നമ്മളിൽ വിശ്വാസ്യത വരണം. അപ്പോഴാണ്. അത് ഒരു ചെറിയ എഫേർട്ടൊന്നും അല്ല. അത് വളരെ വർഷങ്ങളെടുത്ത് നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ നൽകുന്ന സർവീസിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അല്ല, അപ്പൊ അവിടെ ലെഗസി അല്ലെങ്കിൽ പാരമ്പര്യത്തിന് ഒരു പാരമ്പര്യം ഒരു ഫാക്ടർ അല്ലേ? അതായത് അച്ഛൻ തുടങ്ങി വെച്ച ബിസിനസ് മോൻ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ചെറുമകൻ അങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ലെഗസി ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ ആളില്ല എന്നത്. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ഒരു ഏകദേശം ജനുവരിയിലാണെന്ന് തോന്നുന്നു, കോഴിക്കോട് വെച്ചിട്ട് ITCC ഇൻഡോ ട്രാൻസ്ഫോംഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. പവർ ഓഫ് ഫാമിലി ബിസിനസ് ആയിരുന്നു അത്. അതായത് എങ്ങനെയാണ് ഒരു ഫാമിലി ബിസിനസ്സിനെ പുതിയ തലമുറയിലേക്ക് ട്രാൻസിഷൻ ചെയ്യേണ്ടതെന്നായിരുന്നു ഡിസ്കഷൻ. അപ്പോൾ അവിടെ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി മോഡൽ ചെയ്യുന്നത് എപ്പോഴും പാരൻസിനെയാണ്. അപ്പോൾ ഈ കുട്ടി നോക്കുകയാണ്, ബിസിനസ്സുകാരനായ എൻ്റെ അച്ഛൻ ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഞങ്ങളോട് തമാശ പറയാൻ സമയമില്ല, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ സമയമില്ല. ഈ അച്ഛൻ്റെ അസാന്നിധ്യം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന അമ്മ. ഈ സിറ്റുവേഷനിലാണ് ഈ കുട്ടി വളർന്നു വരുന്നത്. ഈ കുട്ടിയോട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഈ കുട്ടി എന്താ ചിന്തിക്കുക? അച്ഛൻ്റെ തലവേദന എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നു. ഇവിടെ ഇതല്ല വേണ്ടത്. നമ്മുടെ ബിസിനസ്സിനെ നമ്മളില്ലാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ പുതിയ തലമുറ അതിനെ ഏറ്റെടുക്കാൻ പറ്റും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പീസ് വർക്ക് എന്ന് പറയുന്നത്. പീസ്ഫുള്ളായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഇല്ല എന്ന് നോക്കുക. അപ്പോഴും ഈ കുട്ടിക്ക് ഈ ചിന്തയുണ്ടാവില്ല, അച്ഛൻ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്, ഞങ്ങളുടെ സ്നേഹം പങ്കിടാനുണ്ട്. പക്ഷേ ബിസിനസ്സിൽ നഷ്ടം വരുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നതിലേക്ക് കുട്ടി ചിന്തിക്കും. ഇതാണ് ഈ ലെഗസി ബിസിനസ്സിൻ്റെ ഒരു ചലഞ്ച്. ഇപ്പോൾ ടാറ്റയെ പോലുള്ള വലിയ വലിയ ബിസിനസ്സുകൾ എന്തുകൊണ്ട് റൺ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്കൊരു റോളും ഇല്ല. അവരൊരു പൊസിഷനിലിരുന്ന് അവരുടെ റോൾ നിർവഹിച്ചാൽ മതി. ബിസിനസ് ഓട്ടോമാറ്റിക് റണ്ണിങ് ആണ്. അതുപോലെയല്ല നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഫ്രെയിം വർക്കിലൂടെ ബിസിനസ്സിനെ കൃത്യമായി ഡെവലപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പുതുതലമുറയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ലാസ്റ്റ്ലി ഇപ്പം ഇനി തുടങ്ങാൻ പോകുന്നു, ഇനി അടുത്ത് ഈ ഒരു ഇപ്പോൾ AI വരുന്നു, പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു, ഇങ്ങനെ നിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയൊരാൾ, ബിസിനസ്സിൻ്റെ യാതൊരു ലെഗസിയും ഇല്ലാത്ത, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളോട് എന്തൊക്കെ സജഷൻസ് ആയിരിക്കും, എന്തൊക്കെ അഡ്വൈസ് ആയിരിക്കും അനിൽ സാർ കൊടുക്കുക? ഒന്നാമത്, എന്തൊരു ബിസിനസ് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർപ്പസ്. പക്ഷേ മലയാളിയോട് ഒരു പരിധി വരെ ചോദിച്ചാൽ എന്ത് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കഫേ അല്ലെങ്കിൽ ഒരു ബൊട്ടീക്ക് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ട്. ബിസിനസ് അല്ല എൻ്റെ ചോദ്യം. എന്തിന് ബിസിനസ് ചെയ്യാം, എന്തിന് ബിസിനസ് ചെയ്യാൻ? എന്തിന് ബിസിനസ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായൊരു ആൻസർ വേണം. ഒന്ന്. രണ്ടാമതൊരു കാര്യം, എന്ത് ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ഥിതി എന്താണെന്ന് പഠിക്കാം. മൂന്നാമതായിട്ട് ആ ഒരു ബിസിനസ് 2 വർഷം നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള മൂലധനത്തെ കണ്ടെത്താൻ കഴിയും. ഇതില്ലാതെ നമ്മളൊരു കാൽക്കുലേഷനാണ്, 6 മാസം കൊണ്ട് എന്തായാലും ചെറിയ ഇൻകമെങ്കിലും വരാതിരിക്കില്ല. അപ്പോൾ 6 മാസം കൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ 6 മാസം കടന്നു പോകുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും. മാത്രമല്ല, ഈ 6 മാസത്തിന് വെച്ച പൈസ തന്നെ
പല ബജറ്റിലെ കാൽക്കുലേഷൻ എറർ കൊണ്ട് നേരത്തെ വിനിയോഗിച്ചു പോയിട്ടുണ്ടോ? പിന്നെ സാലറി കൊടുക്കാൻ ഓടുന്ന ഒരു ഓൺട്രപ്രണർക്ക് ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? സ്വന്തം കാര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തുടക്കക്കാർ എപ്പോഴും ഒന്നുകിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം, അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ആ ബിസിനസ്സിനെ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ ഉണ്ടാക്കുക. രണ്ടാമതൊരു കാര്യം, ബിസിനസ്സിൻ്റെ കണക്കും വ്യക്തിപരമായ കണക്കിനെയും രണ്ടായി കാണണം. ബിസിനസ്സിൽ ഒരു മാസം കുറച്ച് പൈസ വന്നാൽ അത് നമ്മുടെ പൈസയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബിസിനസ്സിൻ്റെ ഫണ്ട് ബിസിനസ്സിൻ്റെ ഫണ്ടായിട്ട് എടുത്ത് അതിൽ ലാഭമുണ്ടാവുകയാണെങ്കിൽ 3 മന്ത്സ് 6 മന്ത് 1 ഇയർ സെറ്റ് ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ എടുക്കാം. നമ്മുടെ പൈസ ബിസിനസ്സിലേക്കും പോകാൻ പാടില്ല, ബിസിനസ്സിൻ്റെ പൈസ നമ്മളിലും കൂടി കലരാൻ പാടില്ല. ഞാൻ പല ബിസിനസ്സുകാരോടും ചോദിക്കും, 3 വർഷം 4 വർഷമായ ആളുകളോട് എന്നെ സമീപിക്കുമ്പോൾ, പ്രതിസന്ധികളുമായിട്ട് സമീപിക്കുക, ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ കണക്ക് ഒന്ന് കാണിക്കാമോ? അപ്പോൾ ഓരോ കൊല്ലത്തിനും ഓരോ ഡയറി ആയിട്ട് വരും. ഞാൻ ചോദിച്ചു, ഈ പൈസ ചിലവാക്കിയ ആളാരാണ്? ഞാൻ തന്നെ. എഴുതി വെച്ച ആരാണ്? ഞാൻ തന്നെ. ഇത് ഓഡിറ്റ് ചെയ്ത ആളാരും ഞാൻ തന്നെ. അപ്പോൾ അവിടെ ഒന്നും അറിയാൻ പറ്റില്ല. ഒരു എറർ സംഭവിച്ചു എന്നറിയാൻ പറ്റില്ല, പൈസ എവിടെ പോയി എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ കഴിയുമെങ്കിൽ, അതിനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാവൂ. മാത്രമല്ല, ഞാനൊരു 4-5 വർഷമായിട്ട് നിരന്തരം ഓൺട്രപ്രണേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവർക്കും പറ്റിയ ഒരു സാധനമല്ല ബിസിനസ്. അതിന് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് വേണം. ഞാൻ സാധാരണ പറയാറുള്ളത്, ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും കാണാത്തത് കാണണം. എല്ലാവരും കാണുന്നതാണെങ്കിൽ കുറച്ച് മുമ്പേ കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾക്ക് ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. 2, ഏത് ചലഞ്ചസിനെയും അഭിമുഖീകരിക്കാൻ കഴിയണം. ഒരു ഓൺട്രപ്രണറെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ല. ഒന്നുകിൽ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല, കൂട്ടുകാർ പറയും നിനക്കെന്ത് ഭ്രാന്താണ് നീ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റിൽ പോയാൽ പറയും, ഇതൊക്കെ ഇവിടെ എത്രയോ ആളുകൾ വന്ന് ചെയ്യുന്ന ബിസിനസ്സാണ്, ഇതുകൊണ്ട് നീ നടക്കും, ഇതെല്ലാം പറയും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഒരു ഓൺട്രപ്രണർക്ക് കൃത്യമായ ഒരു മൈൻഡ് സെറ്റുണ്ട്, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് എങ്കിൽ ഏത് ബിസിനസ്സിനെയും ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയും. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത, ധാരാളം അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റികൾ നിറഞ്ഞ ലോകം, ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ള ലോകം, സാധ്യതകൾ നമ്മെ തേടി വരുന്ന ലോകം. സാധ്യതകൾ നമ്മെ തേടി വരും, മുമ്പത്തെ പോലെയല്ല. കാരണം നമ്മൾക്ക് നിരവധി ചാനലുകളുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ. മുമ്പൊരു വ്യക്തി നേരിട്ട് വരണമായിരുന്നു നമ്മളെ കണക്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇന്ന് ചാനലുകൾ കൂടുതലാണ്, സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് അപാരമായ സാധ്യതകളുണ്ട്. പക്ഷേ റൈറ്റ് തോട്ട് പ്രോസസ്സ് വേണം, റൈറ്റ് വേയിൽ ബിസിനസ്സിന് കൊണ്ടുപോകാൻ കഴിയും. ആ റൈറ്റ് വേ ആണ് ഒരു ബിസിനസ് കോച്ച് വഴിയെടുക്കുന്നത്. അതെ, ഒരു ബിസിനസ് കോച്ച് എപ്പോഴും ഒരു ഓൺട്രപ്രണറെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഒരിക്കലും ഒരു ബിസിനസ് കോച്ച് നിങ്ങൾ ഈ ബിസിനസ് ചെയ്തോളൂ എന്ന് പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്യേണ്ടതെന്നും പറയില്ല. ദിസ് ഈസ് ദ ബെസ്റ്റ് വേ എന്നുള്ള ഒരു റൂട്ട് കാണിച്ചു കൊടുക്കുക. അവിടെ ഓൺട്രപ്രണർ സ്വന്തമായി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഇതെനിക്ക് പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആക്ട് ചെയ്യലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. സാധാരണ ഒരു ബിസിനസ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവരുടെ സ്ഥിരം കസ്റ്റമറായിട്ട് ഓൺട്രപ്രണർ നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവുവാനും ഇൻഡിവിജ്വലി നിൽക്കുവാനും പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓൺട്രപ്രണർ പ്രാപ്തരായി കഴിഞ്ഞാൽ അവർക്ക് ഏത് പൊസിഷനും നിലനിൽക്കാൻ കഴിയും. ഇതാണ് കൃത്യമായിട്ടുള്ള ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് എന്ന് പറയും. താങ്ക്സ്.